ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ വിരുന്നൊക്കെ പോയി മമ്പാട്ടത്തെ വീട്ടിൽ തിരിച്ചെത്തി. മക്കൾക്കൊക്കെ സ്കൂളൊക്കെ തുറന്നിട്ടുണ്ട്. വീണ്ടും അതിൻ്റെ തിരക്കിലൊക്കെ ആയി. രാവിലെ നേരത്തെ എണീറ്റു, ചായയൊക്കെ ഉണ്ടാക്കി. മക്കൾക്കൊക്കെ നല്ല മടിയുണ്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. 10 ദിവസം അവധി കിട്ടിയതല്ലേ, അതുകൊണ്ട് ഇന്ന് പോകാൻ നല്ല മടിയുണ്ട്. ഇനി അവർക്കും തന്നെ അതൊക്കെ ഒന്ന് ശീലമായിട്ട് വേണം. അങ്ങനെ മക്കളൊക്കെ എണീറ്റു, ചായയൊക്കെ കുടിച്ചു. പിന്നെ അവരൊക്കെ കളിക്കാനിറങ്ങി. കുറച്ച് സമയമൊക്കെ കളിച്ചു. അങ്ങനെ മക്കളൊക്കെ സ്കൂളിൽ പോയി. ലച്ചുമോൾ അംഗൻവാടിയിൽ പോയി. അതൊക്കെ കഴിഞ്ഞു. ചായയൊക്കെ കുടിച്ചു. ദോശയും ചട്ടിനിയായിരുന്നു ഉണ്ടാക്കുന്നത്. അത് കൂട്ടി ചായയൊക്കെ കുടിച്ചു. പിന്നെ ഉച്ചക്കൊക്കെ ഉള്ള തിരക്കിലായി. കുറച്ച് ബിരിയാണി ഉണ്ടാക്കാമല്ലോ വിചാരിച്ച് ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നന്നാക്കി വെച്ചു. ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി. കുറച്ച് ചിക്കൻ വറുത്തും ചെയ്തു. തൈരും ഉണ്ടാക്കി. അങ്ങനെ ബിരിയാണിയൊക്കെ ആയി കഴിഞ്ഞ് പിന്നെ അടിച്ചു വാരൽ, തുടക്കൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയി. അലക്കലും കുളിയൊക്കെ പിന്നെ രാവിലെ തന്നെ കഴിയും. ഏറ്റവും വലിയൊരു പണിയാണ് അലക്കൽ കുളി. അത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമ്മളെ പണി കഴിഞ്ഞ പോലെയാണ്. അങ്ങനെ തുടക്കലും അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ കുപ്പിയിലിട്ട് വെക്കാനുണ്ടായിരുന്നു. അമ്മ കുറച്ച് മുളകൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പൊടിപ്പിക്കാൻ. അത് വെയിലത്ത് വെച്ച് ഉണക്കി ഞാൻ ഭരണിയിലാക്കി വെക്കട്ടെ വിചാരിച്ചു. പൊടിക്കാൻ പോകുമ്പോൾ എടുക്കാമല്ലോ വിചാരിച്ച് ഭരണിയിലൊക്കെ ആക്കി വെച്ചു. പിന്നെ കുറച്ച് പരിപ്പ്, മമ്പയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുപ്പിയിലാക്കി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ പാക്കറ്റിലാക്കി വെച്ചു. ഞാൻ വീട്ടിലേക്ക് പോയപ്പോൾ അമ്മയ്ക്ക് കുറേ കുപ്പികളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള കുപ്പികളായിരുന്നു. അമ്മേൻ്റെ അടുത്ത് കുറേ കുപ്പികളുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ ഇത് കൊണ്ടുപോയിക്കോ. അങ്ങനെ ഞാൻ കുറച്ച് കുപ്പികളൊക്കെ എടുത്ത് പോന്നു. പൊതുവേ അങ്ങനെയാണല്ലോ, നമ്മളെ വീട്ടിൽ പോയാൽ നമ്മളെ അമ്മമാർ അത് കൊണ്ടുപോയിക്കോ ഇത് കൊണ്ടുപോയിക്കോ പറഞ്ഞ് നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ തരും. അങ്ങോട്ട് പോകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഇങ്ങോട്ട് പോരുമ്പോൾ നമുക്ക് ഒരു ഓട്ടോറിക്ഷയ്ക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ പാക്കറ്റിലൊക്കെ ആക്കി കഴിഞ്ഞ് ചോറിനാൻ വേണ്ടിയിട്ടിരുന്നു. അച്ഛനും അമ്മയൊക്കെ മമ്പാട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചോറിനലൊക്കെ കഴിഞ്ഞ് അപ്പോൾ അച്ഛൻ്റെ വിളിക്കുന്നു. അച്ഛൻ നേരം വൈകിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞ് അവിടേക്ക് വെള്ളം കൊടുക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ വിളിച്ചു. അമ്മക്ക് കുറച്ച് മരുന്നൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നേരം വൈകി എത്തുള്ളൂ എന്ന് വിളിച്ച് പറഞ്ഞു. അച്ഛൻ എങ്ങോട്ടെങ്കിലും പോകുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഞങ്ങൾ വെള്ളമൊക്കെ കൊടുക്കൽ, അല്ലെങ്കിൽ അച്ഛൻ തന്നെ കൊടുക്കും. അങ്ങനെ ഞാൻ വെള്ളം കൊടുത്ത് ഏകദേശം ആയപ്പോക്കിന് അച്ഛൻ വന്നു. ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞു. സാധാരണ കൂടിൻ്റെ ഉള്ളിലേക്കാണ് വെള്ളം വെച്ച് കൊടുക്കൽ. ചെമ്പട്ടിയിൽ വെള്ളം വെച്ച് കൊടുക്കും. എല്ലാവരും ഒന്നിച്ചാണ് കുടിക്കൽ. ഞാൻ എങ്ങനെ വാതിൽ തുറക്കാൻ നോക്കിയിട്ട് എനിക്ക് വാതിൽ തുറക്കാൻ കിട്ടണില്ല. പിന്നെ ഞാൻ ഈ പുല്ലൂട്ടീൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ച് കൊടുത്തു, പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തു. അങ്ങനെ ആടുകൾ വെള്ളമൊക്കെ കുടിച്ചു. ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.